ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ് വിജയലക്ഷ്മിയായിട്ട് നേർക്ക് നേരെ സംസാരിക്കാൻ വേണ്ടിയിട്ട്, അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരുടെ കുടുംബത്തിലേക്ക് കയറി വന്നേന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നേരിട്ട് തന്നെ പോയിരിക്കുക കേട്ടോ. അങ്ങനെ അവിടെ വിജയലക്ഷ്മി അധികം നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കും, പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട, കുറച്ച് കാര്യങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്കണം എന്ന് വിജയലക്ഷ്മിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മി പറയാണ്, രാധിക എന്ന് പറഞ്ഞ സ്ത്രീനെ അകത്തേക്ക് കയറ്റി വിട്ടോ എന്ന് നമ്മുടെ അവിടെ അടുത്തുള്ള സ്ത്രീയോട് പറയുന്നുണ്ട്. അങ്ങനെ രാധികാമ്മ അകത്തേക്ക് വരുമ്പോൾ വിജയലക്ഷ്മി രാധികാമ്മ കുറച്ചു നേരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം രാധിക പറയുന്നുണ്ട്, എന്തിനാണ് നീ എൻ്റെ കുടുംബത്തിലേക്ക് വന്നത്, നീ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ വലിയ അധികാരത്തോടു കൂടി പറയുവാണ്. ആ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, ആഹാ നീയാള് കൊള്ളാലോ, ഇത്ര നാള് പകയും വിദ്വേഷവും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഇപ്പം എനിക്കൊരു വജ്രായുധമുണ്ട് ഗീതു, ചിലപ്പോൾ ഞാൻ നിന്റെ തറവാട്ടിലും വന്നെന്നിരിക്കും എന്ന് പറയുവാണ്. എൻ്റെ കൂടി തറവാടാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാധികാമാകെ നെട്ടുവാണ്. വിജയലക്ഷ്മി പറഞ്ഞിട്ട്, തീർച്ചയായിട്ടും ഗീതു മോൾ എന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തറവാട്ടിലേക്ക് ഞാൻ വേണമെങ്കിൽ വരും. ആഹാ, അപ്പം നീ രണ്ടും കൽപ്പിച്ചിട്ടാണ്, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് നേർക്ക് നേർ പോരാടാം എന്ന് രാധികാം പറയുമ്പോൾ, അതിനെന്താ ഞാൻ എപ്പോഴേ റെഡി എന്ന് പറയുവാണ്. അത് കേൾക്കാൻ രാധികാമൊക്കെ ദേഷ്യം കൊണ്ട് തുള്ളിച്ചാടി പുറത്തേക്ക് ഇറങ്ങി ഓടുവാട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. അവിടെ രാധികാമ ഇല്ലാത്ത സമയമായത് കൊണ്ട് തന്നെ ഗീതു അയ്യപ്പേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അയ്യപ്പേട്ട എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അയ്യപ്പേട്ടൻ ഈ കുടുംബത്തിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ തറവാട്ടിൽ വിജയലക്ഷ്മി എന്ന് പറഞ്ഞവരും ഈ തറവാടും തമ്മിൽ എന്താണ് ബന്ധം? ഗോവിന്ദേട്ടനും അതുപോലെ തന്നെ നമ്മുടെ രാധികാമ്മയും തമ്മിൽ അവർ രണ്ടുപേരും ആരെങ്കിലും തമ്മിൽ ഒരു ബന്ധമുണ്ടോ? വിജയലക്ഷ്മിയുടെ മകളെയാണോ ഗോവിന്ദേട്ടൻ കല്യാണം കഴിക്കാനിരുന്നത് എന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ല, എന്നോട് അതൊന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെ അയ്യപ്പേട്ടൻ അകത്തേക്ക് കയറി പോവാണ്. ശേഷം നമ്മുടെ ഗീതു തന്നെ ഇങ്ങനെ ആലോചിക്കാട്ടോ, എന്നാലും അവർ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കുമെന്ന് ഗീതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴും എല്ലാ കാര്യങ്ങളിലൊക്കെ ഗീതു തന്നെയാണ് ഇടപെടുന്നത്. ഗീതു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നിങ്ങളെ കൊല്ലപ്പെടുത്തുന്നത് നിങ്ങളുടെ പുന്നാര രണ്ടാനമ്മയും അവളുടെ മകൻ വരുണുമാണ് എന്നൊക്കെ പറയുമ്പോഴും ഗോവിന്ദ് ആകെ പൊട്ടിത്തെറിക്കുകയാണ്. പിന്നീടാണ് ഗീതു പറയുന്ന കാര്യങ്ങളൊക്കെ ഗോവിന്ദ് കുറച്ചെങ്കിലും ശ്രദ്ധിച്ചു തുടങ്ങണം കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.